വെറുതെ രാവിലെ നടക്കാനിറങ്ങിയ സമയത്താണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. പേര് എക്കോസ്. അതിനകത്ത് കയറിയപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഇൻക്ലൂസീവ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് മനസ്സിലായത്. അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവരും, സർവീസ് ചെയ്യുന്ന എല്ലാവരും ഹിയറിംഗ് ഇംപെയർഡാണ്, മ്യൂട്ടാണ്. അത്ഭുതപ്പെട്ടു പോയി. ഇതല്ലേ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് തോന്നിപ്പോയി. അതുമല്ല, നല്ല സുന്ദരമായിട്ടുള്ള ഭക്ഷണം. അത് കഴിച്ചു, അവരുമായിട്ട് സംവദിച്ചു. അവിടെ ഈ അന്യഭാഷ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലിപികൾ എഴുതി വച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത്. നല്ല സർവീസാണ്. ഞാൻ പറയുന്നത്, ഈ പറയുന്ന കാര്യം ഒരു എക്കോ ആയിട്ട് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പടരണം. നമ്മുടെ കേരളത്തിലും ഇല്ലേ എത്രയോ ആളുകൾ ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള, മ്യൂട്ടായിട്ടുള്ള ആളുകളില്ലേ. അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഇതിലപ്പുറം ഒരു സംവിധാനമില്ല. നമ്മൾ ഇത്തരം ആളുകൾ വിലയിരുത്തുന്നൊരു കാര്യമുണ്ട്, ഇവർക്കൊന്നും സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് അനുഭവപ്പെട്ടത് മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹസമ്പന്നമായിട്ടാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അവിടെ ടേബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്. അതിനകത്ത് എന്ത് കാര്യം നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് ആ സമയത്ത് കൊണ്ടുതരാൻ സാധിക്കും. തൊട്ട് മുകളിൽ തന്നെ വയറിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്വിച്ചുണ്ട്. ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടേബിളിൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ലൈറ്റുണ്ട്. വളരെ 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 ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുവാൻ, ഇൻക്ലൂസീവ് ഇന്ത്യയുടെ ഭാഗമാക്കുവാൻ ഇതിലപ്പുറം ഒരു സംവിധാനമില്ല. ഞാൻ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പടരണമെന്ന് പറയാൻ, നമ്മുടെ കേരളത്തിൽ ഹോട്ടൽ ശൃംഖല നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ പോർഷൻ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പുണ്യമായിരിക്കും. കാരണം അതൊരു എക്ക പോലെ അതിൻ്റെ നന്മ അവരിലേക്ക് തന്നെ വരും. പണ്ട് ഒരു കുട്ടി ചോദിച്ചില്ലേ ഗുരുവിനോട്, ഗുരു ഞാൻ എവിടുന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നിന്നിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ച സമയത്ത് ഗുരു അവനെ 4 ചുറ്റും മലകളുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ നല്ല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് എക്കോ ആയിട്ട് അവൻ്റെ ചെവിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ പറഞ്ഞു, നീ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലത് നിനക്ക് തിരിച്ചു കിട്ടും. പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും. അത് പാഠം പഠിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യമാണെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള ആളുകൾ, മ്യൂട്ടായിട്ടുള്ള ആളുകൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള മികവുകളുണ്ട്, കഴിവുകളുണ്ട്. പണ്ട് ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്, ഈ വേദത്തിലുള്ളതാണ്. അഷ്ടാവക്ര ഗീതയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. സുജാതയുടെ ഗർഭപാത്രത്തിൽ അഷ്ടാവക്രം കിടക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഞെട്ടലുണ്ടായപ്പോഴാണ് 8 വളവുകളുള്ള കുട്ടി ജനിച്ചത്. ആ കുട്ടി വലുതായി ഒരു രാജാവിൻ്റെ പണ്ഡിത സദസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ പണ്ഡിതരെല്ലാം കൂടി ആർത്ത് ചിരിച്ചു ഇവൻ്റെ ഷേപ്പ് കണ്ട സമയത്ത്. അപ്പോൾ അഷ്ടാവക്രം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഇവിടെ എല്ലാം പണ്ഡിതരാണെന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇവിടെ വെറും ചമറുകൾ മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോഴാണെന്ന് അഷ്ടാവക്രൻ പറയുന്നുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അഷ്ടാവക്രൻ ആ പണ്ഡിതരോട് സംസാരിക്കുന്നതാണ് അഷ്ടാവക്ര ഗീതയായിട്ട് മാറിയത് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്, എക്കോസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം അവരുടെ സ്നേഹസ്പർശം, അവർ ചേർത്ത് പിടിക്കുന്നത്, അവരുടെ സന്തോഷം, അതെല്ലാം കണ്ട് വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. തീർച്ചയായിട്ടും ഇത് ഞാനീ പറയുന്ന കാര്യം വീണ്ടും പറയുന്നു, ഒരു എക്കോ ആയിട്ട് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പടരട്ടെ. നമ്മുടെ നാട്ടിലും ഇൻക്ലൂസീവ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഉയരട്ടെ. ഇവർക്ക്, ഇത്തരം ആളുകൾക്ക് ധാരാളം ജോലി ലഭിക്കുക, ധാരാളം വരുമാനമുണ്ടാവുക, അതുതന്നെയായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം.